പുഴയിലടിഞ്ഞ ചെളിയും മണലും നീക്കം ചെയ്യാത്തതുമൂലം കോഴിപ്പള്ളി പുഴയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം പ്രതിസന്ധിയെ നേരിടുകയാണ്. പുഴയ്ക്ക് ആഴം കുറയുന്നതിനാൽ വെള്ളപ്പൊക്ക സാധ്യതയും നിലനിൽക്കുന്നു. മഴക്കാലം എത്തും മുമ്പ് പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലും ചെളിയും നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ മുൻകൈയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കോതമംഗലം താലൂക്കിലെ കുടിവെള്ള വിതരണം പ്രധാനമായും കോഴിപ്പള്ളി പുഴയിൽ നിന്ന് പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. കോഴിപ്പള്ളി പാലത്തിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് പമ്പിംഗ് നടത്തുന്നത്. എന്നാൽ നിലവിൽ പുഴയിൽ ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയതിനാൽ പുഴയുടെ ആഴം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഇക്കാരണം കൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യുന്നതിൽ തടസ്സങ്ങൾ നേരിടുകയും കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. സമയബന്ധിതമായി ചെളിയും മണ്ണും നീക്കം ചെയ്യാത്ത പക്ഷം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇതേക്കുറിച്ച് വാർഡ് കൗൺസിലർമാർ ഇങ്ങനെ വ്യക്തമാക്കുന്നു. കോതമംഗലം താലൂക്കിലെ മിക്ക പ്രദേശത്തേക്കും കുടിവെള്ളം എത്തിക്കുന്നത് ഈ പുഴയിൽ നിന്നും വെള്ളം ശേഖരിച്ചാണ്. എന്നാൽ കാലങ്ങളായി ഈ പുഴയിൽ ചെളിയും മണ്ണുമടിഞ്ഞ് ഈ പുഴയ്ക്ക് ആഴമില്ലാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ പുഴയിലെ ചെളിയും മണ്ണും കോരിയാൽ മാത്രമാണ് ഈ പുഴയിൽ വെള്ളം സംഭരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനെത്രയും വേഗം നടപടി ഉണ്ടാകണം. അതേപോലെ തന്നെ മഴക്കാലമാകുന്നതോടുകൂടി ഈ ചെളിയും മണ്ണും അടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് വരുന്ന വെള്ളം സംഭരിക്കുവാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു സ്ഥലം ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ടും അതിഭയങ്കരമായ വെള്ളപ്പൊക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഇതുമാത്രവുമല്ല, മഴക്കാലം അടുത്തിരിക്കെ പുഴയുടെ ആഴക്കുറവ് വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നു. സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്രയും വേഗത്തിൽ പുഴയിൽ നിന്ന് ചെളിയും മണ്ണും നീക്കം ചെയ്ത് പുഴയുടെ ആഴം പുനഃസ്ഥാപിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.